മത്തായി 7:13 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുള്ള പഠനത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. അപ്പോൾ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു 2 വഴികൾ അല്ലെങ്കിൽ 2 വാതിലുകൾ എന്നതിനെ കുറിച്ച് പഠിപ്പിച്ചിട്ട് അതിൻ്റെ 15 മുതലുള്ള ഭാഗങ്ങൾ ഇങ്ങോട്ട് പഠിച്ചു വരുമ്പോൾ 20 വരെ 21 വരെയുള്ളിൽ 2 വൃക്ഷങ്ങൾ, നല്ല ഫലം കായ്ക്കുന്നതും ആകാത്ത ഫലം കായ്ക്കുന്നതുമായ വൃക്ഷങ്ങൾ, അതിനെക്കുറിച്ചൊരു പഠനമാണ്. 2 വഴികളെക്കുറിച്ചും 2 വാതിലുകളെക്കുറിച്ചും കർത്താവ് പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കർത്താവ് പഠിപ്പിക്കുന്ന എന്താ? 2 വൃക്ഷങ്ങൾ, ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷം, നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം. ഇന്ന് ആത്മീയ ഗോളത്തിൽ വിഷയങ്ങളാണ് എടുത്ത് പറയുന്ന കർത്താവ്. ഇത് മനസ്സിൻ്റെ പൊരുൾ തിരിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയാതിരിക്കുക. കർത്താവ് പറഞ്ഞതിൻ്റെ മിസ്റ്ററി, മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരാൻ പ്രാർത്ഥനയോടെയായിരിക്കുക. 2 വൃക്ഷങ്ങൾ, നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷം, ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷം. ആകാത്ത ഫലങ്ങൾ കായ്ക്കുന്ന പ്രസ്ഥാനങ്ങളാണ് ഇന്ന് കൂടുതലും, ശുശ്രൂഷന്മാരാണ് ഇന്ന് കൂടുതലും. നല്ല ഫലം കാണാൻ കഴിയുന്നില്ല. ഇത് കർത്താവ് പറയുന്നു, മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കുമാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷം, ആകാത്ത വൃക്ഷം, 2 വൃക്ഷങ്ങൾ, 2 വഴികൾ, 2 വാതിലുകൾ, 2 മനുഷ്യർ, ബുദ്ധിയുള്ള മനുഷ്യൻ, ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. ഇതാണ് പഠനം. ഇത് അതിൻ്റെ ഉള്ള അളവിലൊക്കെ പഠിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഒരു ചെറിയൊരു പഠനം, അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. പൗലൂസ് പറയുന്നു, ദൈവസഭയ്ക്ക് സഫലന്മാരായിരിക്കുക, ഫലമുള്ള വൃക്ഷങ്ങളായിരിക്കുക. സഭയിൽ നട്ടിരിക്കുന്ന ഓരോ വിശ്വാസികളാണ്, ഓരോ വൃക്ഷങ്ങളാണ് ഓരോ വിശ്വാസിയും. ദൈവസഭയിൽ ആയിരിക്കുന്ന ഓരോ വിശ്വാസികളും കർത്താവ് സഭയിൽ നട്ടിരിക്കുന്ന ഒരു വൃക്ഷങ്ങളാണ്. അത് നല്ല ഫലം കായ്ച്ചുകൊണ്ടിരിക്കണം. വിശ്വാസികളിൽ നിന്ന് നല്ല ഫലം പുറപ്പെടണം, ആത്മാവിൻ്റെ ഫലം പുറപ്പെടണം. ഇന്ന് അങ്ങനെയുള്ള സഭകളുണ്ടോ? മിസ്രയീമിൽ നിന്ന് 2 മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടു. യെശയ്യാപ്രവചനം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിലെ പ്രധാന സബ്ജക്റ്റിലേക്ക് നമുക്ക് വരാം പെട്ടെന്ന്. യെശയ്യാപ്രവചനം 5-ാം അധ്യായം. പ്രത്യേക സാഹചര്യങ്ങളിൽ അതൊക്കെ നമ്മളെടുത്ത് ധ്യാനിക്കാറുണ്ട്. അത് ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയതമൻ്റെ പാട്ടുപാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായൊരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. അവനതിന് വേലി കെട്ടി അതിലെ കല്ല് പിറക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു, നടുവിലൊരു ഗോപുരം പണിതു, ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരും ആയുള്ളവരെ, എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിരിപ്പീൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിന് എന്ത് ചെയ്യാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ത്? ആകാത്ത ഫലം കായ്ച്ചെന്നാ പറയുന്നത് ഇവിടെ. ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യും എന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിൻ്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുളയ്ക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും. പറക്കാതെയും മുള്ളുമതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. സൈന്യങ്ങളുടെ യഹോവയുടെ മുന്തിരിത്തോട്ടം ഇസ്രയേൽ ഗൃഹവും അവൻ്റെ മനോഹരമായ നടുതല യഹൂദാ പുരുഷന്മാരുമാകുന്നു. കണ്ടോ? ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്ന മുന്തിരിവള്ളി യഹൂദാ ജനവും യെരൂശലേം നിവാസികളും. ഇസ്രയേലിൽ നിന്ന് കൊണ്ടുവന്നവരെ, യെരൂശലേമിൽ കൊണ്ടുവന്നവരെ നട്ടു. പക്ഷെ അവർ കായ്ച്ചതെന്താ? കാട്ടുമുന്തിരിങ്ങ. നല്ല ഫലമാണ് കർത്താവ് പ്രതീക്ഷിച്ചത്, അവർ കാട്ടു ഫലമാണ് അവർ പുറപ്പെടുവിച്ചത്. നല്ല ആകാത്ത വൃക്ഷത്തിൻ്റെ ഫലമാണ് അവരിൽ നിന്ന് പുറപ്പെട്ടത്. കർത്താവ് നട്ടത് എന്തിനാ? നല്ല മുന്തിരിങ്ങ കായ്ക്കാൻ.
സഭകളിലെ വിശ്വാസികളും പാസ്റ്റർമാരും നല്ല ക്രിസ്തീയ ജീവിതം നയിക്കാനാണ് അവരെ രക്ഷയിലേക്കും സ്നാനത്തിലേക്കും അഭിഷേകത്തിലേക്കും നടത്തിയത്. പക്ഷേ ഇപ്പൊ കായ്ച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാട്ടുമുന്തിരികയാണ്. ഭൂരിപക്ഷവും ആർക്കും ഒരു ഗുണമില്ല. ആർക്കും ഗുണമില്ലെന്ന് പറഞ്ഞാൽ തെറ്റി. നടത്തുന്നവർക്ക് ഗുണമുണ്ട്. അവിടെ സ്വത്രാച്ച പാത്രമൊക്കെ ചവപ്പട്ടി പോലെ വലുതാക്കി വെച്ചിരിക്കുക. ഇന്നാളൊരു ബിരുദം പറയുന്നുണ്ട്, ഒരു ബോക്സ് വെച്ചിട്ട് പറയുന്നു, നിങ്ങളുടെ ഉണക്ക മൊബൈൽ കൊണ്ടുവന്ന് ഇതിലിട്, നിങ്ങളുടെ മാലയും വളയും നാക്കുത്തിയും മൂക്കുത്തിയും കാക്കുത്തിയും എല്ലാം ഇതിലോട്ടിട്ടോ, ഇത് കർത്താവിൻ്റെ വേലയ്ക്ക് പ്രയോജനപ്പെടുത്താം. ഓൻ്റെ കയ്യിൽ ആന പോലൊരു മൊബൈൽ ഇരിപ്പുണ്ട്, അതൊട്ട് ഇടത്തുമില്ല. ഞാൻ എൻ്റെ മൊബൈൽ ഇടുന്നു, നിങ്ങളുടെ മൊബൈൽ ഇടുന്നു പറയാം, അതില്ല. അതിന് ആരാണ്ടും കൊടുത്ത ഒരു ഹെഡിങ് ആണ് പകൽക്കൊള്ള, പകൽ തട്ടിപ്പ്, പകൽക്കൊള്ളയടി. ഇങ്ങനെയുള്ള ബിരുദന്മാർ ഇറങ്ങിയിട്ടുള്ളതൊക്കെ ആകാത്ത ഫലം കായ്ക്കല. ഇന്ന് ആത്മീയ ഗോളത്തിൽ ആകാത്ത ഫലം കായ്ച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൂതിന് പ്രസക്തിയുണ്ട്. ദൈവസഭയിൽ നമ്മളെ നട്ടിരിക്കുന്നത് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷമായിരിക്കാനാണ്. അത് നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന നല്ല ഫലമാണോ അതോ ആകാത്ത ഫലമാണോ എന്ന് ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പാസ്റ്ററെ, ആകാത്ത ഫലം കായ്ച്ചാൽ എന്ത് സംഭവിക്കും? ഇവിടെ എന്താ പ്രവാചകൻ എഴുതിയിരിക്കുന്നത്? ആകയാൽ യഹൂദ പുരുഷന്മാരും ആയുള്ളവരെ കേൾപ്പിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടല്ലാത്ത ഞാൻ എന്ത് ചെയ്യാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതെന്ത്? ആകയാൽ വരുവിൻ, ഞാനത് എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ എന്ത് ചെയ്യും എന്ന് നിങ്ങളെ അറിയിക്കാം. ഞാനതിനെ വേലി പൊളിച്ചു കളയും. വേലി, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേലി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തെ കാണിക്കുക. യോബിനൊരു സംരക്ഷണം ദൈവം കൊടുത്തിരുന്നു. നിഷ്കളങ്കനും നേരുള്ളവനും യഹോവ ഭക്തനും ദോഷം വിട്ടകന്നവനും എന്ന 4 സാക്ഷ്യം പ്രാപിച്ച ജോബിന് ദൈവം വേലി കെട്ടി സൂക്ഷിച്ചു. അങ്ങനെയുള്ള ദൈവമക്കൾ ഇന്നുണ്ടോ? ഭൂമിയിൽ മഷിയിട്ട് നോക്കിയാൽ കിട്ടും ഒരെണ്ണത്തിനെ. നിഷ്കളങ്കന്മാരും നേരുള്ളവരും ദോഷം വിട്ടകുന്നവനും ഉണ്ടോ ഇന്ന്? ആ യോബിനെ ദൈവം വേലി കെട്ടി സൂക്ഷിച്ചത്. സാത്താൻ അവൻ്റെ വേലി പൊളിച്ചു കളയാൻ നോക്കി. നീ അവനൊന്ന് തൊട്, അപ്പോഴറിയാം അവനെങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തു അതിൻ്റെ കയ്യിലോട്ട്. അവൻ്റെ പ്രാണനെ മാത്രം തുടരുമെന്ന് പറഞ്ഞു. ഭൗതിക അനുഗ്രഹങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുത്തി. അവൻ കുലുങ്ങിയില്ല. സ്വന്തം ഭാര്യ പോലും അവനെ എന്ത് ചെയ്തു? ഹറാസ് ചെയ്തു. അവനെ കുറ്റം പറഞ്ഞു, അവനെ തള്ളിക്കളഞ്ഞു. ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നല്ലതും വന്നാൽ തീയതും വന്നാൽ രണ്ടും ഒരുപോലെ നമ്മൾ സ്വീകരിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ച് അവളെ ശാസിക്കുക ചെയ്തത്. ഇന്നത്തെ പോലെയല്ല. ഹല്ലേലൂയ. പിൽക്കാലത്ത് യോബിനെ അനുഗ്രഹങ്ങളുടെ കലവറകൾ കൊണ്ട് ദൈവം നിറച്ച ചരിത്രം യോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. ഇന്നത്തെ കള്ളപ്രവാചകന്മാരെടുത്ത് പ്രവചിക്കുന്ന യോബിനെ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കുന്നു. അങ്ങനെ പറഞ്ഞാലല്ലേ പുള്ളിക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ. അതുകൊണ്ടായി പറയുന്നേ. അപ്പോൾ പ്രിയമുള്ളവരെ, യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിലെ മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ട് അത് യഥാർത്ഥ ഫലം പുറപ്പെടുവിക്കാത്തത് കൊണ്ട് ദൈവം അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞു, അതിനെ മാന്തിക്കളഞ്ഞു. തീത്തോസ് ചക്രവർത്തി യഹൂദ ജനത്തെ പീഡിപ്പിച്ചു, ആലയം തകർത്തു. പ്രവാസികളായി ഇസ്രായേൽ മക്കൾ പോകേണ്ടി വന്നു. 160 രാഷ്ട്രങ്ങളിൽ യഹൂദൻ ചിതറിക്കപ്പെട്ടു. എന്താ കാര്യം? കാട്ടുമുന്തിരിങ്ങ കായ്ച്ചതുകൊണ്ട്. ദൈവം അവരെ മടക്കി വരുത്തുമെന്നുള്ളത് ഒരു പ്രവചനമായിരുന്നു. അത് ദൈവഹിതമായിരുന്നു. അത് സംഭവിച്ചു. 2048 അവരെ രാഷ്ട്രം സ്ഥാപിച്ചു. അതൊക്കെ ശരി, നല്ല കാര്യങ്ങളാണ്. 1948 അല്ലേ രാജ്യം സ്ഥാപിച്ചു. അവർ മടങ്ങി വന്നു, അത്തി തളർത്തു. എന്നാൽ അവരുടെ പിതാക്കന്മാർ ചെയ്ത തെറ്റിനനുസരിച്ച് എന്ത് ചെയ്തു? അവരെ ചിതറിക്കപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാം അധ്യായം ഒന്നുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒന്നുള്ള വാക്യങ്ങൾ. അവിടെയും ഇതേപോലൊരു സബ്ജക്റ്റാണ് യോഹന്നാൻ പറയുന്നത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി ആകുന്നു, എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയുന്നു.
കായ്ക്കുന്നതൊക്കെയും അപ്പൊ കായ്ക്കാത്ത കൊമ്പൊക്കെ എന്ത് ചെയ്യും? നീക്കിക്കളയും. കായ്ക്കുന്ന നീക്കുമാലം കാഴ്ച ചെത്തിപിടിപ്പാക്കും. അടുത്ത് 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 കൊമ്പിന് മുന്തിരിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല. അടുത്ത് എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾ കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിൽ വസിക്കുന്നുവെങ്കിൽ ഫലം കായ്ക്കാനുള്ള തിയറി അതാ. നാം കർത്താവിൽ വസിക്കുക, കർത്താവ് നമ്മിൽ വസിക്കുക. അടുത്ത് എന്നെ പിരിച്ച് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അത് ഉണങ്ങിപ്പോകുന്നു. ആ വക ചേർത്ത് തീയിലുള്ളൂ. അത് നരകത്തിൽ പോകുന്ന കാര്യമാണ്. മതി. അവിടെ മുന്തിരിവള്ളിയെ കുറിച്ച് പറയുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു. നമ്മിൽ കായ്ക്കുന്ന ഫലം ആത്മീകമാണോ അതോ അത് അരുതാത്തതാണോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. ദൈവസഭയിൽ നട്ടിരിക്കുന്ന ഒരു മുന്തിരിവള്ളിയാണ് നാം. അങ്ങനെയാ വചനത്തിലൂടെയുള്ളൊരു പഠനം. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുക, മറ്റുള്ളവർക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരണം. മറ്റു വിശ്വാസികൾക്ക് നമ്മുടെ ക്രിസ്ത്യ ജീവിതം അനുഗ്രഹമായി മാറണം. ഇന്ന് അങ്ങനെയാണോ? അങ്ങനെയുള്ള അനുഭവങ്ങൾ മഷിയിട്ടാ കാണാൻ പറ്റുമോ ഇന്ന്? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ യോഹന്നാൻ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് മടങ്ങി വരികയാണ്. നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയുകയില്ല. നല്ല വൃക്ഷം കായ്ക്കാത്ത ഫലമൊക്കെയും വെട്ടി തീയിലിടുന്നു. അപ്പൊ രണ്ട് വൃക്ഷങ്ങൾ, രണ്ട് വഴികൾ, രണ്ട് വാതിലുകൾ. അതിനെക്കുറിച്ചൊരു പഠനമാണ് നമ്മൾ നടത്തുന്നത്. ദൈവസഭയിൽ നട്ടിരിക്കുന്ന ഒരു നല്ല വൃക്ഷമാണ് ഒരു വിശ്വാസി. ആ വിശ്വാസിയിൽ നിന്ന് പുറപ്പെടേണ്ട ഫലം എന്താണ്? ആത്മാവിൻ്റെ ഫലം. എന്താ ആത്മാവിൻ്റെ ഫലം? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയം. ഇവയ്ക്ക് വിരുദ്ധമായി ഒരു ന്യായപ്രമാണം. ഇതാ നമ്മൾ കായ്ക്കേണ്ട ഫലം. ഇത് വല്ലവർക്കും ഉണ്ടോ ഇന്ന്? ഹല്ലേലൂയ. ഈ ഫലങ്ങൾ കായ്ക്കുന്ന അവസ്ഥയിലേക്കാണ് ഒരു വിശ്വാസി ദൈവസഭയിൽ നട്ടിരിക്കുന്നത്. ഈ ഫലമില്ലെങ്കിൽ ആ വൃക്ഷത്തെ മുറിച്ചു കളയും, വെട്ടിക്കളയും. വെട്ടിക്കളയാതിരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, കുറച്ചുകൂടി നിൽക്കട്ടെ, കായ്ക്കുമെങ്കിലോ എന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. ഇപ്പോഴേ വൃക്ഷത്തിന് കോടാലി വെച്ചിരിക്കുന്നു എന്ന് വേറൊരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് വെട്ടിക്കളയാത്തത്? കുറച്ചുകൂടി നിൽക്കട്ടെ, ഫലം കായ്ക്കുമോ എന്ന് നോക്കാം. അവസാനം മരിക്കുന്നവരെയും ഫലം കായ്ച്ചില്ലെങ്കിൽ മരണത്തോട് എന്തു ചെയ്യും? യാതനാസ്ഥലത്തേക്ക് തള്ളിക്കളയും. അല്ലെ വേറെ കുഴപ്പമൊന്നുമില്ല. ദൈവമക്കളെ, ഈ ആത്മീയ യാഥാർത്ഥ്യങ്ങൾ ഇന്ന് പൽക്കാലം നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഒരു വിശ്വാസി ഒരു സഭയിലെ നല്ല ഫലം പുറപ്പെടുവിക്കേണ്ട ഒരു നല്ല വൃക്ഷമാണെന്ന് കർത്താവ് പഠിപ്പിച്ചു. അപ്പോസ്തലന്മാരും അത് പഠിപ്പിച്ചു. നമ്മുടെ ക്രിസ്ത്യ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? നമ്മുടെ ആത്മീക ജീവിതം എങ്ങനെ ഇരിക്കുന്നു? നല്ല ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാണോ? സഹപ്രവർത്തകർക്ക്, സഹശുശ്രൂഷകന്മാർക്ക്, സഹവിശ്വാസികൾക്ക് നമ്മിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫലം ഭുജിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? അതോ വെറും കാട്ടുമുന്തിരിങ്ങ കായ്ക്കുന്ന അവസ്ഥയിലാണോ? മറ്റുള്ളവർക്ക് ഇടർച്ചയായി തീരുന്ന അവസ്ഥയിലാണോ? ഇടർച്ച വരുത്തുന്നവനെ കർത്താവ് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? ഒരു തിരികല്ല് കടത്തി കെട്ടി വെള്ളത്തിൽ കൊണ്ട് താഴ്ത്തി കളയാൻ. ഇടർച്ച വരുത്തുന്നവൻ അയ്യോ കഷ്ടം. ഇന്ന് വിശ്വാസികൾ പരസ്പരം ഇടർച്ച വരുത്തുന്നവരല്ലേ? നല്ല ഫലം കായ്ക്കുന്ന എത്ര സഭകളുണ്ട്, എത്ര വിശ്വാസികളുണ്ട്? അവരവരെ തന്നെ ശോധന ചെയ്യുക. എനിക്കതല്ലേ പറയാൻ കഴിയുള്ളൂ. ഇത് പറഞ്ഞിട്ട് എൻ്റെ ജീവിതം ക്രമീകരിക്കാൻ എനിക്ക് കഴിയും. മറ്റുള്ളവരുടെ ജീവിതം അവരവർ ക്രമീകരിക്കുക. ഒരു നല്ല വൃക്ഷമായി ദൈവസഭയിൽ നമ്മളെ നട്ടിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് ആ പദം പറയുന്നത്, ദൈവസഭയ്ക്ക് സഫലന്മാരായിരിക്കുക, ഫലം കായ്ക്കുന്നവരായിരിക്കുക.
മറ്റുള്ള വിശ്വാസികൾക്ക് ഒരു അനുഗ്രഹമായിരിക്കുക, അവരുടെ കഷ്ടതയിൽ ഒരു കൂട്ടായ്മ കാണിക്കുവാൻ, ധനം കൊണ്ടും ആളുകൊണ്ടും എല്ലാ നിലയിലും മറ്റുള്ളവരെ സഹായിക്കുകയും മറ്റുള്ളവർക്ക് ഒരാശ്വാസമായി തീരാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കോടതിയും വഴക്കും വക്കാണുമായിട്ട് നടക്കാനല്ല. ഇന്ന് കണ്ടുവരുന്നത് മുഴുവൻ അത് തന്നെയല്ലേ? ഒരു കൺവെൻഷൻ നടന്നാൽ അതിൻ്റെ പിന്നിലടി, ഒരു വലിയ മെഗാ പ്രോഗ്രാം നടത്തിയാൽ അതിൻ്റെ പിന്നിലടി. അപ്പോൾ എന്ത് ഫലമാണ് നമ്മളിൽ നിന്ന് പുറപ്പെടുവിക്കുന്നത്? എന്ത് ഫലമാണ് ലോകം പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. കർത്താവ് പറഞ്ഞു, ഉപ്പ് പോലെ രുചിക്കണം, വെളിച്ചം പോലെ പ്രകാശിക്കണം. ഇന്ന് വെളിച്ചം നമ്മളിലുണ്ടോ? ആത്മീക രസം നമ്മളിലുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. ഇവിടെ അതിൻ്റെ 19-ാമത്തെ വാക്യം, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിടുന്നു. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുമ്പോൾ നല്ല ഫലം കായ്ക്കാത്ത മുന്തിരിവള്ളി എന്ത് ചെയ്യും? വെട്ടി മാറ്റിയിടും. അവസാനം അതിനെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് കത്തിക്കും. അത് നരകത്തിൽ പോകുന്ന കാര്യമാണ്. ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ ഇവരെ തിരിച്ചറിയാം. അപ്പോൾ ഈ കള്ളപ്രവാചകന്മാർ നമ്മളൊക്കെ വരുമ്പോൾ അവരുടെ ഫലത്തിൽ നമ്മൾ തിരിച്ചറിയണം. എഫെസോസ് സഭ തിരിച്ചറിഞ്ഞു. പ്രവാചകന്മാരെന്ന് വന്നവരെ കള്ളപ്രവാചകന്മാരെന്ന് പറഞ്ഞ് തിരിച്ചറിഞ്ഞു. അപ്പോസ്തലരുടെ കാലഘട്ടത്തിൽ ആ തിരിച്ചറിവ് ഉണ്ടായിരുന്നു സഭകൾക്ക്. ഇന്നോ എല്ലാ കള്ളന്മാരും കയറി ഇറങ്ങി നിരങ്ങുക സഭയിൽ. സത്യവചനമേത്, പത്യവചനമേത്, സത്യോപദേശമേത്, പത്യോപദേശമേത് ഒരു പിടിയില്ല. കാരണം ഉപദേശം ഒന്നാമത് ആർക്കും അറിയത്തില്ല, ഉപദേശം പഠിപ്പിക്കുന്നില്ല, സഭകളെ ഉപദേശം പഠിപ്പിക്കുന്നില്ല. ചുമ്മാ പാട്ടും പാടി പാട്ടും കൂത്തുമായിട്ടൊക്കെ ഇങ്ങനെ പോവുക. UK നിന്നൊരു കൂട്ടു സഹോദരൻ കൂട്ടുപാസ്റ്റർ പറഞ്ഞു, ഞങ്ങളുടെയൊക്കെ ചർച്ചിൽ 3 മണിക്കൂറിൽ 2.5 മണിക്കൂറും പാട്ടാണ്. 15 മിനിറ്റാണ് വചനം പറയുന്നത്. അത് വായിത്തോന്നൊക്കെ വിളിച്ച് പറയുക. അത് വചനമൊന്നുമല്ല. അത് കഴിഞ്ഞ് സ്വോത്രാഴ്ച എടുത്ത് ചാപ്പാടും കഴിച്ച് എല്ലാവരും 4 മണിക്ക് പോവുക. ജനം വന്നതുപോലെ പോവുക, ഒരു വിശേഷവുമില്ല. എന്നാൽ ആദിമ നൂറ്റാണ്ടിൽ സഭകൾ അങ്ങനെയല്ല. അവർ കൂടി വന്ന് ആത്മാവിൽ പാടുകയും ആത്മാവിൽ പ്രാർത്ഥിക്കുകയും ആത്മാവിൽ ആരാധിക്കുകയും തമ്മിൽ പ്രബോധിപ്പിക്കുകയും ഒരുവന് ദർശനമുണ്ട്, ഒളിപ്പാടുണ്ട്, ഉപദേശമുണ്ട്, അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പ്രബോധിപ്പിച്ച് ആത്മീയ വർധനവ് വരുത്തി പ്രത്യാശയോടെ വിശുദ്ധ ജപനം ചെയ്താണ് അവർ കടന്നു പോകുന്നത്. ഇന്ന് അവസ്ഥകളെല്ലാം മാറ്റപ്പെട്ടിരിക്കുന്നു. പഴയ ആത്മീയ നിലവാരത്തിലേക്ക് സഭകൾ മടങ്ങി വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. 21-ാം വാക്യം വായിക്കാം. കേവലമല്ല മതി. മത്തായിയുടെ സുവിശേഷം 5, 6, 7 കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം എന്ന് ഞാൻ പ്രാരംഭമേ പറഞ്ഞു കഴിഞ്ഞു. ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഘനമായൊരു പ്രബോധനമാണ് കർത്താവ് അവരെ പഠിപ്പിച്ചത്. അതാണ് 2 വഴികൾ, 2 വാതിലുകൾ, 2 വൃക്ഷങ്ങൾ, 2 മനുഷ്യർ, ബുദ്ധിയുള്ള മനുഷ്യരും ബുദ്ധിയില്ലാത്ത മനുഷ്യരും. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വാക്യം കൊണ്ടുവന്ന് വെച്ചു. എന്താണ്? എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല. സ്വർഗരാജ്യത്ത് ആര് പോകുമെന്നുള്ളതിനെ കുറിച്ചൊരു ശക്തമായ പ്രബോധനം കർത്താവിൽ നിന്ന് നമുക്കിവിടെ കേൾക്കാൻ കഴിയും. കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടം ആരാഞ്ഞ് ചെയ്യുന്നവനായിരിക്കണം, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കിടക്കാൻ പറ്റത്തില്ല. പിതാവിൻ്റെ ഇഷ്ടം എന്താ? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അതാ പിതാവിൻ്റെ ഇഷ്ടം. പിതാവിൻ്റെ ഇഷ്ടം തൻ്റെ പുത്രൻ്റെ കൽപ്പനകൾ നാം അനുസരിച്ച് ജീവിക്കണമെന്നുള്ളതാണ്. പുത്രൻ്റെ കൽപ്പനകൾ നമുക്ക് എവിടെ കിട്ടും? പുത്രൻ കൽപ്പന ഏൽപ്പിച്ചത് ആരാ? അപ്പോസ്തലന്മാരെയാണ്. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, ഇവരുടെ വചനത്താൽ എന്നെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. മനസ്സിലായോ? എത്ര മനോഹരമായൊരു പഠനമാണിത്. കർത്താവെ കർത്താവെ എന്ന് വിളിച്ച് ജന്മം പാഴാക്കുന്നവരായി ഇന്നത്തെ ക്രൈസ്തവ വിശ്വാസികൾ മാറിക്കഴിഞ്ഞു. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ അവർ കഴിയുന്നില്ല. കർത്താവിനെ പ്രസാദിപ്പിക്കാൻ അവർ കഴിയുന്നില്ല. കർത്താവെ കർത്താവെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക.
കർത്താവ് എന്താ പറഞ്ഞത്? എന്നെ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല. പിന്നെ എന്ത് വേണം? സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. പിതാവിൻ്റെ ഇഷ്ടം എന്താ? പുത്രനെ അനുസരിക്കുക, പുത്രൻ പറഞ്ഞ കൽപ്പനകൾ അനുസരിക്കുക. അതാ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അതാ പിതാവിൻ്റെ ഇഷ്ടം. പുത്രൻ തരുന്ന കൽപ്പന, പുത്രൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്നു, പലസ്തീൻ നാട്ടിൽ വന്നു, ഗലീല ദേശത്ത് വന്നു. അവിടെ വന്ന് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് കൂടെ കൊണ്ടുനടന്ന് 3.5 വർഷം പഠിപ്പിച്ച് ആ ഉപദേശം അവർക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അതാണ് 17-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം, 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17 മുതൽ 20 അധ്യായത്തിൽ ഉപദേശം അവർക്ക് കൊടുത്തു. ഹല്ലേലൂയ. നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. അത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ ശക്തമായ പഠനമാണ്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17 മുതൽ 20 വായിക്കുമ്പോൾ ഈ വചനം ഞങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ഈ നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. നിരപ്പിന്റെ വചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. നിരപ്പിന്റെ വചനം അവർക്ക്, നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക്. ഇതിപ്പോൾ ഞാൻ ഇടപെടലില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ വിഷയം. പൊങ്ങത്തുള്ള ക്ലാസ്സിലും ഈ വിഷയം തന്നെ ശക്തിയോടെ പറയാനിടയായി. ഇത് പല പ്രാവശ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിക്കുന്ന എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് തറവായി തീരാനിടയായിത്തീരും. അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഇത് എപ്പോഴും പറഞ്ഞ് കേൾപ്പിക്കുകയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പല പ്രാവശ്യം കേൾക്കുമ്പോൾ ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയാനിടയായിത്തീരും. പിന്നെ അത് പോകത്തില്ല ഹൃദയത്തിൽ നിന്ന്. ആ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നമ്മൾ ജീവിക്കാൻ നിർബന്ധിതരായിത്തീരും. അപ്പോൾ ഇവിടെ കർത്താവെ കർത്താവെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ തീരാതെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ ഇന്ന് പൽക്കാലം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പ്രിയമുള്ളവരെ. അടുത്ത 22-ാമത്തെ വാക്യം വായിക്കാം. നിന്റെ നാമത്തിൽ നിങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ ചെയ്തില്ലയോ? പലരും ആ നാളിൽ എന്നോട് പറയും, അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തും പറയും. മതി. അപ്പൊ ഇവിടെ അത്ഭുതങ്ങളുടെ ഒരു 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 അത്ഭുത ശുശ്രൂഷകന്മാരെ കുറിച്ച് ഒരു പ്രതിപാദ്യം കർത്താവ് നടത്തിയ. നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമായി, നിന്റെ നാമത്തിൽ എല്ലാം സംഭവിക്കും നിന്റെ നാമത്തിലാ. ശരിയാ. അത്ഭുതങ്ങളല്ല വിഷയം, അടയാളങ്ങളല്ല വിഷയം. യേശു ദൈവപുത്രനാണെന്ന് തെളിയിക്കാനാണ് യേശു അത്ഭുതം ചെയ്തത്. അപ്പോസ്തലന്മാർ അത്ഭുത പ്രവൃത്തി അവരിലൂടെ വെളിപ്പെട്ട എന്തിനാ? അവർ പറയുന്ന വചനത്തെ ഉറപ്പിക്കാൻ ദൈവം അത്ഭുതം ചെയ്തതാ. അല്ലാതെ അത്ഭുതം ചെയ്ത് കാശുണ്ടാക്കാനല്ല, അത്ഭുതം ചെയ്ത് പ്രസ്ഥാനങ്ങളെ കെട്ടിപ്പൊക്കാനല്ല. മാതാമൃതനാമ്മയുടെ കൂടെ ഒരു വലിയ കൂട്ടം ജനം വന്നു. അതിനെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രസ്താവനകൾ യൂട്യൂബിൽ വാട്സപ്പിലൊക്കെ ഇഷ്ടംപോലെ മെസ്സേജുകൾ വരാനിടയായി തീർന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ കൂടെ നിന്ന ശിഷ്യന്മാർ 10, 25, 30 വർഷം കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ സാക്ഷ്യങ്ങൾ കേട്ടാൽ മൂക്കത്ത് വിരൽ വയ്ക്കും, ചെകിട് പൊട്ടിപ്പോവും. അതുപോലെ വൃത്തികെട്ട കഥകളാണ് അവർ പറഞ്ഞു വെച്ചത്. ഹല്ലേലൂയ. അതിലൊരു ഓസ്ട്രേലിയയിൽ നിന്ന് വന്നൊരു ലേഡി, അവർ ചില വർഷങ്ങൾ അമൃതയുടെ ഭക്തിയായി കൂടെ നിന്നു. അവർ എല്ലാ പൊള്ളത്തരങ്ങളും മനസ്സിലാക്കി. അവർ നല്ല സ്ത്രീയായിരുന്നു. അവസാനം അവരവിടെ നിന്ന് പുറപ്പെട്ട് പോകുന്നതിന് മുമ്പ് ഒരു പുസ്തകം എഴുതി വെച്ചു. ഹോളി ഹെൽ, വിശുദ്ധ നരകം എന്നൊരു പുസ്തകം എഴുതി വെച്ചു. അതിൽ അമൃതാനന്ദമയിയുടെ മഠത്തിലെ എല്ലാ മ്ലേച്ഛതകളുടെയും ഒരു ചിത്രം വ്യക്തമായിട്ട് അവർ എഴുതി വെച്ചു. കാരണം അവർക്ക് ലക്ഷങ്ങൾ മുടക്കിയാണ് അവരിവിടെ വന്നത്. വിദേശീയർ വന്ന് ശിക്ഷപ്പെട്ടപ്പോൾ ഇവിടെയുള്ള മലയാളികളും നമ്മുടെ ഇന്ത്യക്കാരൊക്കെ ഓർത്തു ഈ സ്ത്രീയുടെ മഹത്വം കണ്ടുകൊണ്ടാണ് അവർ വന്നതെന്ന്. അവർ ഫേക്കായിട്ട് ഇവിടെ വന്ന് പെട്ടുപോയതാ. കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലായി ഇത് മുഴുവൻ കള്ളത്തരവും പൊള്ളത്തരവും മാത്രമാണെന്ന് മനസ്സിലായി.
അവരെല്ലാം ഇട്ടറിഞ്ഞിട്ട് അവരുടെ പാട്ടിന് പോയി, നല്ലൊരു ശതമാനം. പിന്നെ ബ്ലൈൻഡായിട്ട് പോകുന്ന ഒരു കൂട്ടരുണ്ട്, അതെല്ലാ സമൂഹത്തിലും ഉണ്ട്. തെറ്റായ ആദർശങ്ങളെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് പോകുന്ന ഒരു വർഗം എല്ലാ സമൂഹങ്ങളിലുമുണ്ട്. ചില വ്യക്തികളുടെ ചില ഉപദേശങ്ങളും ആശയങ്ങളും തെറ്റാണെന്ന് കണ്ടാൽ പോലും അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട് മുൻപോട്ട് പോകും. അവരുടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അവിടെ ഭൗതിക ആവശ്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അവിടെ ജഡീക സുഖങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി അവരങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുക. അത് സത്യം ഉണ്ടായിട്ടല്ല അവർ പോകുന്നത്. സ്തോത്രം. ഇവിടെ അത്ഭുതങ്ങൾ, അടയാളങ്ങളെ കുറിച്ച് കർത്താവ് പഠിപ്പിച്ചതും അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതും കൂടി നമ്മൾ ചേർത്ത് പഠിച്ചാൽ, തെസ്സലോനിക്ക ലേഖനം 2-ാം ലേഖനം 2-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. പെട്ടെന്ന് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. 2 തെസ്സലോനി 2-7 മുതലുള്ള വാക്യങ്ങൾ ഒരു വലിയ മിസ്റ്ററി അവിടെ ഞാൻ തുറന്നു വയ്ക്കാൻ പോവാ. 2 തെസ്സലോനി 2-7 മുതലുള്ള വാക്യങ്ങൾ അധർമ്മത്തിന്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. തടുക്കുന്നവൻ ഇതുവരെ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. ഒടുക്കി നശിപ്പിക്കും. അടുത്ത ഈ ശ്രദ്ധിച്ചു കേൾക്കണേ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. അടുത്ത അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികയാൽ തന്നെ. വാക്യം വായിക്കുമ്പോൾ അത് ചേർത്ത് വായിക്കണം. സത്യത്തെ സ്നേഹിച്ചു എന്ന് പറയാം. സ്നേഹിച്ചു കൊള്ളായികയാൽ, അവിടെ വേട് തീരുന്നത് സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. അടുത്ത സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഞാൻ ഒന്നുകൂടി വായിക്കുക, 11-ാം വാക്യം. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ വിശ്വസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ്. ശ്രദ്ധിക്കണേ, 12-ാം വാക്യം. ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ദൈവം അയക്കുന്നു. വ്യാജത്തിന്റെ വ്യാപാര ശക്തി ദൈവം അയക്കുന്നു. എന്തുകൊണ്ട് അയക്കുന്നു? സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്നത് കൊണ്ട് അവർക്ക് ന്യായവിധി വരേണ്ടതിന്. എത്ര തെളിച്ച് കൃത്യമായി വ്യക്തമായി പൗലോസ് പഠിപ്പിച്ചിരിക്കുക. ഇതൊന്നും സഭയെ പഠിപ്പിക്കലില്ലല്ലോ. അത്ഭുതം എന്ന് പറഞ്ഞ് നടക്കുകയല്ലേ. പ്രാർത്ഥിച്ചപ്പോൾ അത്ഭുതം നടന്നു, പ്രാർത്ഥിച്ചപ്പോൾ രോഗി സൗഖ്യമായി, പ്രാർത്ഥിച്ചപ്പോൾ ഭൂതം പോയി, പ്രാർത്ഥിച്ചപ്പോൾ വിസ കിട്ടി, പ്രാർത്ഥിച്ചപ്പോൾ ജോലി കിട്ടി. കാനഡയിൽ പോകാതിരുന്ന സഹോദരിക്ക് പ്രാർത്ഥിച്ചപ്പോൾ അമേരിക്കയിലേക്ക് പോകാൻ വിസ കിട്ടി. അപ്പോൾ ഭയങ്കര കുറച്ചുകൂടി ഇതായില്ലേ? പ്രാർത്ഥനയുടെ ഗുണം എന്താണ്? ഭയങ്കരമല്ലേ? ഇവിടെ ശ്രദ്ധിക്കാതെയോ മക്കളെ, അത്ഭുതങ്ങളുടെ പിറകെ പോകുന്നവർക്ക് കർത്താവും അപ്പോസ്തലന്മാരും തരുന്ന വാണിംഗ് ആണ്. മത്തായി 7-22 വാക്യവും 2 തെസ്സലോനി 2-7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും അത്ഭുതങ്ങളുടെ പിറകെ പോകുന്നവർക്ക് ശ്രദ്ധിച്ച് പഠിക്കണം. ഇത് ഇല്ലെങ്കിൽ അടിപടലം തെറ്റിപ്പോവും. നമ്മുടെ കട പറിച്ചു കളയും സാത്താൻ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിച്ചു കൊണ്ടിരിക്കുക. സഭകളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ജനത്തെ ആകർഷിച്ച് അവരുടെ ആകർഷണ വലയത്തിലാക്കി അവരുടെ ഭൗതികം കവർന്നെടുക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടക്കന്മാരും സ്വൈരമായി വിരഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളാരും അത്ഭുതത്തിനും അടയാളത്തിനും എതിരല്ല. പക്ഷേ സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ ദൈവം അയക്കുന്ന ഫോഷ്കിൻ്റെ വ്യാപാര ശക്തിക്ക് നമ്മൾ അടിമകളായി പോകുമെന്ന് അപ്പോസ്തലനായ പൗലോസ് ശക്തമായി പഠിപ്പിക്കുന്നു.
1 തെസ്സലോനി കർത്താവിൻ്റെ വരവിനെ കുറിച്ച് പഠിപ്പിക്കുക. 2 തെസ്സലോനി യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയാണ് കാണിക്കുന്നത്, വരവിനെ കുറിച്ചാണ് കാണിക്കുന്നത്. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ, ഈ വചനത്തിൻ്റെ വെളിപ്പാടുകൾ അതിൻ്റെ ഉള്ള നിലയിൽ നമ്മൾ ഏറ്റെടുക്കുക. അത്ഭുതത്തിന് ഞാനെതിരല്ല, അത്ഭുതങ്ങളും അടയാളങ്ങൾക്കും നമ്മളെതിരല്ല. അത് ജനത്തിന് കിട്ടട്ടെ, നല്ല കാര്യമാണ്. അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം മണത്തത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഈ തെസ്സലോനിക്ക ലേഖനം 2 അധ്യായം പഠിക്കാൻ ഏറെ വൈകിയാണ് ഞാനിത് മനസ്സിലാക്കിയത്. ഈ വേദഭാഗം കേട്ടപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞു, അയ്യോ പാസ്റ്ററെ, ഇത് അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. അതെ, തീർച്ചയായിട്ടും ഇതിൽ കുടുങ്ങിക്കിടക്കുക പലരും. പ്രാർത്ഥിച്ചപ്പോൾ ബെൽറ്റ് മാറ്റി, പ്രാർത്ഥിച്ചപ്പോൾ വിസ കിട്ടി, പ്രാർത്ഥിച്ചപ്പോൾ അതും ഇതുമൊക്കെ നടന്നു എന്നും പറഞ്ഞ് കിടന്ന് തുള്ളിച്ചാടുക. നമുക്ക് അത്ഭുതമല്ല വിഷയം, പ്രമാണമനുസരിച്ച് നിത്യത പ്രാപിക്കുന്നതാണ് നമ്മുടെ വിഷയം. അത്ഭുതം കാട്ടിയാൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അത്ഭുതം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ്. ഒരത്ഭുതം കിട്ടിയവന് എന്നും അത്ഭുതം കിട്ടിയില്ലെങ്കിൽ പിന്നെ അവനെ ജന്മം ചെയ്താൽ കാണത്തില്ല വിശ്വാസകോളത്തിൽ, പാടെ തെറ്റിപ്പോവും. അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എപ്പോഴും അത്ഭുതം കണ്ടുകൊണ്ടിരിക്കണം. കർത്താവ് അത്ഭുതം കാണിക്കാനല്ല ഈ ലോകത്ത് വന്നത്. കർത്താവ് എന്തിനാ ഈ ലോകത്തിൽ വന്നത്? ആദാമ്യ പാപത്തിൽ നിന്നും നമ്മെ വീണ്ടെടുക്കുവാൻ. യോഹന്നാൻ സ്നാപകൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏറ്റവും നല്ലതാണ്, ഏറ്റവും മനോഹരമാണ്. സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമന്നൊഴിക്കാനാണ് കർത്താവ് ഈ ഭൂമിയിൽ, അല്ല അത്ഭുതം കാണിക്കാനല്ല. താൻ ദൈവപുത്രനാണെന്ന് ലോകം വിശ്വസിക്കണം, അതിനുവേണ്ടിയാണ് കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തത്. അല്ലാതെ അത്ഭുതം കാണിച്ച് കാശുണ്ടാക്കാനും, അത്ഭുതം കാണിച്ച് ആളെ കളിക്കാനും, അത്ഭുതം കാണിച്ച് സർക്കസ് കൂടാരം ഉണ്ടാക്കാനൊന്നുമല്ല കർത്താവ് വന്നത്. നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അത്ഭുതത്തിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം ഞാൻ ഒന്നുകൂടി തുറന്നു വയ്ക്കാൻ താല്പര്യപ്പെടുകയാണ്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടിയായിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി ദൈവം അയക്കുന്നു. ആ ദൈവം അയക്കുന്ന വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയിൽ കുടുങ്ങി സത്യത്തെ വിശ്വസിക്കാത്തവർ നശിച്ചു പോകാനിടയായിത്തീരും. നമ്മൾ സത്യത്തെ വിശ്വസിച്ച് നിത്യത പ്രാപിക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികൾ തന്നെ അങ്ങനെ സംഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. ദൈവം അയക്കുന്ന വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയാൽ നടക്കുന്ന അത്ഭുതങ്ങൾ ഈ വിശ്വാസികൾ കണ്ടും കേട്ടും അതിൻ്റെ പുറകെ അങ്ങ് പോകും. എന്താ അതിന് പോകാനുള്ള കാരണം? അവർ രക്ഷിക്കപ്പെടുവാൻ തക്കൊണ്ട് സത്യത്തെ സ്നേഹിച്ചുകൊള്ളായികൾ തന്നെ എങ്ങനെ സംഭവിക്കും? നമ്മൾ സത്യത്തെ സ്നേഹിക്കണം. സത്യം കർത്താവാ. കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിൻ്റെ പ്രമാണം അനുസരിക്കുകയും ചെയ്യണം. അത്ഭുതങ്ങളുടെ പുറകെയല്ല പോകേണ്ടത്. അത്ഭുതം വലിയ ദുരന്തത്തിലേക്ക് കലാശിക്കുമെന്ന് പൗലോസ് ഈ ഭാഗത്തിൽ നമ്മളെ പഠിപ്പിക്കാനിടയായിട്ടുണ്ട്.